പാട്ടോ മൂർഖൻ പോയി വരുന്നത് രാജവെമ്പാല. SFIയും പിണറായിയും ഒക്കെ പേടിച്ച് നിക്കറിൽ മുള്ളുന്നു എന്നാണ് കേൾക്കുന്നത്. പ്രത്യേകിച്ച് ആർഷോയെ കാണാനില്ല, മുങ്ങി എന്നും കേൾക്കുന്നുണ്ട്. എന്തായാലും ഗോവയിൽ നിന്ന് വരുന്നത് ചില്ലറക്കാരനല്ല. പിണറായിയെ ഒരു പാഠം പഠിപ്പിക്കും കൂടുതൽ കളിച്ചാൽ. അങ്ങനെയല്ലേ കണക്കാക്കേണ്ടത്? അങ്ങനെയാണ് കണക്കാക്കേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെന്റെ വിശ്വാസം മാത്രമാകാതിരിക്കട്ടെ എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. ഒന്ന്, വിശ്വാസം രക്ഷിക്കട്ടെ. അതെ, എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കും. ഗോവയിൽ നിന്നുള്ള നേതാവ് RSSന്റെ സംഘപരിവാർ പ്രസ്ഥാനത്തിലൂടെ RSSന്റെ സംഘടനാ ശൈലിയിലൂടെ വളർന്നു വന്ന RSSന്റെ പ്രമുഖ നേതാവ്, RSSുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ RSS പൊളിറ്റിക്സുമായി ബന്ധമില്ലാത്ത ഒരു കാര്യത്തിനും നിൽക്കുകയോ അല്ലെങ്കിൽ അതിൽ വെള്ളം ചേർക്കുകയോ ചെയ്യാത്ത നേതാവ്, ഗോവയിൽ നിന്നുള്ള നേതാവായിരുന്നു. അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിന്റെ മുൻ ഗവർണറായിരുന്നു അദ്ദേഹം. ഗോവയിൽ നിന്നുള്ള നേതാവ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അറക്കുന്ന ഒരു ഐറ്റം തന്നെ ആയിരിക്കും എന്നാണ് കേൾക്കുന്നത്. കാരണം ഇദ്ദേഹം ഹിമാചൽ ഗവർണറായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കൃത്യമായി ചില കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി കേന്ദ്രവും സംസ്ഥാനവുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ മെച്ചപ്പെടുത്തി വന്നൊരു നേതാവാണ്. ഇപ്പോൾ അദ്ദേഹം ബീഹാറിൻ്റെ ഗവർണറാണ്. ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന നിതീഷ് കുമാറും BJPയും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ പല വിധത്തിലുള്ള പ്രയാസങ്ങളൊക്കെ നിലനിന്ന സമയത്ത് ഈ കേന്ദ്രത്തിൻ്റെ താല്പര്യങ്ങളെ ബീഹാറിൽ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളതും ബീഹാറിലെ കാട്ടുഭരണമാണ് ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വലിയ വിമർശനങ്ങൾ നേരിട്ട സമയത്ത് ആ കാട്ടുഭരണം അല്ല നിതീഷ് കുമാറിൻ്റെ ഭരണം, BJPയും നിതീഷും ചേർന്നുകൊണ്ട് അവിടെ പുതിയൊരു ഭരണം സൃഷ്ടിച്ചിരിക്കുന്നു, പുതിയൊരു രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണമെന്ന് സർക്കാരിനോട് നിർദ്ദേശിച്ച അവിടുത്തെ ഗവർണർ. അവിടെ പല പ്രശ്നങ്ങൾ നടന്ന സമയത്തും BJPയുമായി ബന്ധപ്പെട്ട് BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്ന സമയത്ത് BJPയെ ഭരണത്തിലേക്ക് സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി വിളിച്ച ഗവർണർ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ട്. അദ്ദേഹം കേരളത്തിലേക്ക് എത്തുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. കാരണം കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം അറിയാമല്ലോ. എല്ലാ സർവകലാശാലകളിലും ആളുകളെ തിരികെ കയറ്റുന്നു. ഈ ചുവപ്പുവൽക്കരണം പറ്റും, കാവ്യവൽക്കരണം പറ്റത്തില്ല, നീലവൽക്കരണം പറ്റും, കാവ്യവൽക്കരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പറ്റം ആളുകളുടെ ഇടയിലേക്കാണ് ചെന്ന് കയറുന്നത്. ഇവിടെ ABVP KSU ഒന്നും അല്ല പ്രശ്നം, ഇവിടെ SFI ആണ് പ്രശ്നം. SFI മാത്രമാണ് സർവകലാശാലകളിൽ ഇത്രയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്. SFI പോലുള്ള സംഘടന സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന് പറഞ്ഞ് മുദ്രാവാക്യം ഉയർത്തി നടന്ന ഒരു സംഘടന, വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെപ്പറ്റി വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടന, അരാഷ്ട്രീയവാദത്തെ എതിർത്തു തുടങ്ങിയ ഒരു സംഘടന ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് സങ്കടകരമാണ്. കാരണം കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസിലടക്കമുള്ള പല ക്യാമ്പസുകളിലും SFI ഉള്ള ചില യൂണിറ്റുകളൊക്കെ പിരിച്ചുവിടേണ്ട ഒരവസ്ഥയിലേക്ക് CPM വരെ എത്തി എന്നുള്ളതാണ്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ അടക്കം പറഞ്ഞു SFI വലിയ ആളാവാൻ കളിക്കരുത്. കോടിയേരി ബാലകൃഷ്ണൻ പറയേണ്ടി വന്നു. SFIയുടെ പല നിലപാടുകളും CPMനെ വലിയ ബുദ്ധിമുട്ടിലായെത്തി. വയനാട്ടിലെ വെറ്റിനറി സർവകലാശാലയിൽ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥൻ മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞ വാക്കുകൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ കുഞ്ഞിൻ്റെ വയറിൽ 4 ദിവസമായി ഒരു തുള്ളി വെള്ളമില്ലായിരുന്നു. കൊല്ലുമ്പോഴെങ്കിലും ഇവർക്ക് ഒരു തുള്ളി വെള്ളം കൊടുത്തുകൂടായിരുന്നോ എന്നാണ് ചോദിച്ചത്. എത്രമാത്രം കഷ്ടമുണ്ട് നമുക്ക്. ഞാനും ധന്യയൊക്കെ ഇവിടെ ഇരുന്ന് വാർത്തകൾ ചെയ്യുമ്പോൾ ദാഹിച്ചാൽ നമ്മൾ എങ്ങനെയും ഒരു ടോക്ക് കഴിയട്ടെ, നെക്സ്റ്റ് വെള്ളം കുടിക്കാം എന്ന് നമ്മൾ വിചാരിക്കുമല്ലോ. ഈ ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ നമുക്ക് ദാഹിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ 4 ദിവസമാണ് സിദ്ധാർത്ഥൻ വെള്ളം കിട്ടാതെ ദാഹിച്ച് അതിൻ്റെ കൂടെ ക്രൂരമായ മർദ്ദനവും ഏറ്റു മരണപ്പെട്ടത്. ആ കേസ് CBI അന്വേഷിക്കുന്നുണ്ട്. എവിടെ എത്തിയെന്ന് എനിക്കറിയില്ല. അതിനെ സഹായിച്ച ജില്ലാ സെക്രട്ടറിമാരുണ്ട്, CPM നേതാക്കന്മാരുണ്ട്. ഇവരൊക്കെ ഏത് രീതിയിലാണ് ഇന്ന് നിൽക്കുന്നത് നമുക്കറിയാം. എങ്കിൽ പോലും ഇത്തരം സമീപനങ്ങളിൽ വളരെ കൃത്യമായ നിലപാടെടുക്കുകയും സർവകലാശാലകളിൽ ആളുകളെ തിരികെ കയറ്റാൻ സമ്മതിക്കില്ല എന്ന് പറയുകയും താൻ പാവയല്ല, കേരളത്തിൻ്റെ ഗവർണർ പാവയല്ല എന്ന് തെളിയിച്ച കേരളത്തിലെ ആദ്യത്തെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ആ മുഹമ്മദ് ഖാൻ ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് ഈ പറയുന്ന അർലേക്കർ കടന്നു വരുന്നത്. അപ്പോൾ പ്രതീക്ഷകൾ വാനോളമാണ്. അതിനോടൊപ്പം തന്നെ ഒരു കാര്യവും കൂടി പറയാനുണ്ട്. ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുതുചരിത്രം കേരളത്തിൻ്റെ മണ്ണിൽ സൃഷ്ടിച്ച ഒരു ഗവർണർ. കാരണം ഗവർണർ എല്ലാ ബില്ലുകളും, സർക്കാർ കൊണ്ടുവരുന്ന എല്ലാ ബില്ലുകളും നോക്കി, നിയമങ്ങൾ നോക്കി അത് അതേപടി ഒപ്പിട്ട് കൊടുത്ത് എന്ത് തോന്നിവാസ നിയമവും നടപ്പിലാക്കാം, അതിനാണ് ഗവർണർ ഇരിക്കുന്നത്. എന്നിട്ട് ഗവർണറെ കുറിച്ച് ചായ സൽക്കാരവും നടത്തി പോകുന്നൊരു പരിപാടിയായിരുന്നു സ്റ്റേറ്റുകളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ്. സർവകലാശാലകളിൽ ആളുകളെ തിരികെ കയറ്റുന്നതിനായിക്കൊണ്ട് ശക്തമായ പ്രതികരണം അദ്ദേഹം നടത്തി. ഭരണഘടനാപരമായി ഗവർണർക്കുള്ള അവകാശങ്ങളെല്ലാം വിനിയോഗിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നീതി നടപ്പിലാക്കാൻ ശ്രമിച്ചു. സിസ തോമസിനെയും അതുപോലെ
ഇപ്പോൾ കേരള സർവകലാശാലയിലെ VC ഉണ്ട്, മോഹനൻ കുന്നുമൽ ഉൾപ്പെടെയുള്ള ആളുകളെ അദ്ദേഹം നിയമിക്കുമ്പോൾ അദ്ദേഹം നോക്കിയത് പൊളിറ്റിക്സ് ഒന്നും ആയിരുന്നില്ല, നീതിയുക്തരായിട്ടുള്ള യഥാർത്ഥത്തിൽ പണിയെടുക്കുന്ന അധ്യാപകരെ അവിടെ നിയമിക്കുക എന്നത് മാത്രമായിരുന്നു. SFI ഗവർണർക്കെതിരെ വലിയ മുദ്രാവാക്യം വിളിച്ചു. ഗവർണർ നോമിനേറ്റ് ചെയ്ത സിൻഡിക്കേറ്റ് അംഗങ്ങളെ കടത്തിവിടില്ല എന്ന് പറഞ്ഞു. സിൻഡിക്കേറ്റ് അംഗങ്ങളെ തടയാൻ ശ്രമിച്ചു. ഒടുവിൽ ഗവർണർക്കെതിരെ പ്രതിഷേധം ആരംഭിച്ചു. പക്ഷേ ഇതുവരെ SFI കണ്ടൊരു ഗവർണർ ആയിരുന്നില്ല ആരിഫ് മുഹമ്മദ് ഖാൻ. SFI സമരം വരുന്നു. SFIയുടെ സമരം വരുന്നതിന് മുദ്രാവാക്യം വിളിച്ചു വരുന്ന SFIക്കാരുടെ നേരെ ഡോറ് തുറന്ന് പുറത്തിറങ്ങി വെല്ലുവിളിക്കുന്ന ഒരു ഗവർണറെ കേരളം ആദ്യമായി കണ്ടു. പോലീസ് കുടുങ്ങി, സർക്കാർ കുടുങ്ങി, SFIക്കാർ കുടുങ്ങി. ആദ്യം അടിക്കാൻ വന്ന SFIക്കാരൊക്കെ പിന്നീട് തിരിഞ്ഞോടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ജാമ്യമില്ലാത്ത വകുപ്പിൽ SFIക്കാർക്കെതിരെ കേസെടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഗവർണർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്താ അവിടെ ഉണ്ടാവുക നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ പ്രതികരിക്കുന്ന ഒരു ഗവർണർ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. മാത്രമല്ല ഈ സിദ്ധാർത്ഥന്റെ മരണം, അതുപോലെ തന്നെ ചൂരൽമല ദുരന്തം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഗവർണർ ഒരു സാന്നിധ്യമായി. ഗവർണർ സാധാരണ നിലയ്ക്ക് മറ്റ് ദുരന്ത സ്ഥലങ്ങളിലേക്കോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലേക്കോ ഗവർണർ പോകാറില്ലായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ പോകാത്ത ഒരു ഗവർണറിൽ നിന്ന് മാറി കേരളത്തിന്റെ സാഹചര്യങ്ങളെല്ലാം കൃത്യമായി പ്രതികരിക്കുന്ന ഒരു ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ വന്നു. അങ്ങനെ ആരിഫ് മുഹമ്മദ് ഖാൻ ആ രീതിയിൽ വന്നപ്പോഴാണ് കേരള സർക്കാരിന് അദ്ദേഹം ഒരു തലവേദനയായിട്ട് തോന്നുന്നതും ചാൻസലർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റാൻ വേണ്ടി ബില്ല് കൊണ്ടുവരുന്നതും. ഈ മനുഷ്യനെ ഞാൻ അന്നാണ് നമിച്ചത്. കാരണം എത്ര തന്ത്രപരമായിട്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ആ കാര്യത്തിൽ നീങ്ങിയത്. അദ്ദേഹം പറഞ്ഞു, ഇത് എനിക്കെതിരെയുള്ള ഒരു ബില്ലാണ്, ഈ ബില്ല് ഞാൻ ഒപ്പിട്ടില്ല, ഞാൻ തീരുമാനമെടുക്കില്ല, എനിക്കിതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റുന്നത് പല തട്ടിപ്പിനും വേണ്ടിയിട്ടാണ് എന്ന് പറയുകയും ആ ബില്ല് രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്തു. ഗവർണർക്കെതിരെ സംസ്ഥാന സുപ്രീം കോടതിയിൽ പോയി. ഇപ്പൊ രാഷ്ട്രപതിയുടെ കയ്യിലാണ് ബില്ലിരിക്കുന്നത്. അതിൽ തീരുമാനമെടുക്കണമെന്ന് രാഷ്ട്രപതിയോട് ആവശ്യപ്പെടാൻ സുപ്രീം കോടതിക്ക് പരിമിതികളുണ്ട്. അതുകൊണ്ട് അത് രാഷ്ട്രപതി അവിടെ സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. ഈ പിന്നെ എന്താണ് ബില്ല് രാഷ്ട്രപതി എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താലല്ലേ ഇവർക്ക് ഇനി വീണ്ടും ഇതെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ അങ്ങ് തട്ടി തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ തിരികെ കയറ്റാമെന്നുള്ള ഒരു ധാരണ സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നുവെങ്കിൽ ആ ധാരണയെല്ലാം പൊളിച്ചു കൊടുത്ത ഒരു ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ചില വിമർശനങ്ങളും അദ്ദേഹം നേരിട്ടിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം CPM ചില പ്രയാസങ്ങളിൽ അല്ലെങ്കിൽ പ്രതിസന്ധികളിൽ പെടുമ്പോഴൊക്കെ ഗവർണർ സർക്കാർ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെന്നും അങ്ങനെ ഗവർണർ സർക്കാർ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റേ പ്രശ്നം വാർത്തകളിൽ നിന്ന് മൂടിപ്പോകുന്നുവെന്നും ഇവർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് ആണ് എന്നും ഒക്കെ കോൺഗ്രസ് ഒരുപാട് ആരോപിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഈ പറയുന്ന TR ശേഷൻ പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി വന്നപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യയിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണറായി വന്നപ്പോഴാണ് ഗവർണർ സ്ഥാനം എന്നൊരു സ്ഥാനം ഉണ്ട് എന്ന് കേരളീയർക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ പലരും പറഞ്ഞത് ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെ പ്രതികരിക്കാൻ പാടില്ല, തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ എന്ത് തോന്നിവാസം ചെയ്താലും അത് അംഗീകരിച്ചു കൊടുക്കേണ്ട ആളല്ലേ, ഇവിടെ കാവ്യവൽക്കരണം പാടുണ്ടോ, അപ്പൊ ചുവപ്പ് വൽക്കരണം പാടാമോ, ചുവപ്പ് വൽക്കരണം പാടുവോ, അത് പാടും അത് നന്നായിട്ട് പാടിക്കോളും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് വളരെ കൃത്യമായി പ്രതികരിച്ച് പല ബില്ലുകളും കൃത്യമായി പഠിച്ച ശേഷം മാത്രം ഒപ്പിട്ടിരുന്ന ഒരു മികച്ച ഗവർണറെയാണ് കേരളത്തിൽ നഷ്ടപ്പെടുന്നത്. അപ്പോൾ ധന്യ പറഞ്ഞതുപോലെ ആ ഒരു മികച്ച ഗവർണർ പോകുമ്പോൾ, മൂർഖൻ ഇവിടെ നിന്ന് പോകുമ്പോൾ രാജവെമ്പാല തിരിച്ചു വരുന്ന ഒരു അവസ്ഥയിലേക്ക് അർലേക്കർ വരുമ്പോൾ കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് ഇവിടെയുള്ള ആളുകളുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. അതിന് കോൺഗ്രസ് വേറെയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കോൺഗ്രസ് സന്ദീപ് വാര്യർ ഇന്നലെയും പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിണറായി വിജയനെതിരെ നിന്ന ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റി RSS നേതാവിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇനി പിണറായിക്ക് സുഖമാണ്, ഇവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് എന്നൊക്കെ പറഞ്ഞ് സന്ദീപ് വാര്യരും കോൺഗ്രസും ഒക്കെ പരിഹസിക്കുന്നുമുണ്ട്. എങ്കിലും അർലേക്കറിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് അർലേക്കർ സംസ്ഥാന സർക്കാരിനെ വിറപ്പിക്കുന്നൊരു ഗവർണർ ആയിരിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കേണ്ടത്. അങ്ങനെയല്ല വരുന്നതെങ്കിൽ അത് BJPക്ക് വലിയ ബുദ്ധിമുട്ടും ഉണ്ടാക്കും. അങ്ങനെ കേരളത്തെ വിറപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ പോകുമ്പോൾ ധന്യ പറഞ്ഞതുപോലെ മൂർഖൻ പോയി രാജവെമ്പാല വരുന്നു എന്നാണ് പറഞ്ഞത്. ആ പ്രതീക്ഷ തെറ്റിക്കാത്ത ഒരു ഗവർണർ ആയിരിക്കും അർലേക്കർ എന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ആ സമയത്തും കോൺഗ്രസിന്റെ വിമർശനങ്ങൾ വരുന്നത് അദ്ദേഹം അങ്ങനെ ആയിരിക്കില്ല, അദ്ദേഹം ഇവർ തമ്മിലുള്ള രാഷ്ട്രീയ ഒത്തുതീർപ്പിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത് എന്നൊക്കെ പറയുമ്പോൾ അത് അങ്ങനെ അല്ല എന്ന് തെളിയിക്കേണ്ടതും സംസ്ഥാന സർക്കാരിനെ വിറപ്പിച്ചു നിർത്തുന്ന ഗവർണർ എന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാരിനോട് അനാവശ്യമായി അടിയുണ്ടാക്കുന്ന ഗവർണർ അല്ല, സംസ്ഥാന സർക്കാരിനെ തിരുത്തി തെറ്റായ കാര്യങ്ങളിൽ തിരുത്തി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു ഗവർണർ ആയിരിക്കും അർലേക്കർ എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഇനി അങ്ങനെ അല്ല വരുന്നതെങ്കിൽ അത് BJPക്ക് വലിയ പാരയാകും, കോൺഗ്രസിന് വലിയ മൈലേജും ആകും.